മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വേൾഡ് കപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 രാജ്യങ്ങളായി 16 സ്റ്റേഡിയങ്ങളിൽ 104 മത്സരത്തിൽ 48 രാജ്യങ്ങൾ തമ്മിലാണ് കോമ്പറ്റീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ ദിവസവും നടക്കുന്ന മത്സരങ്ങൾ ലോകത്തിലെ പല പ്രദേശങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ജനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു സംഭവത്തിന് ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നടത്താൻ വേണ്ടി അവർ സഹായിക്കുന്ന അവർ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജികളാണ്. ആ ടെക്നോളജികളെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഫുട്ബോളിൽ നിന്ന് തന്നെ തുടങ്ങാം. അഡ്വാൻസിന്റെ ട്രൈനോഡ എന്ന് പറഞ്ഞ ഫുട്ബോളാണ് ഈ തവണത്തെ വേൾഡ് കപ്പിൽ യൂസ് ചെയ്തത്. അതിൽ ഈ ട്രൈനോഡ എന്ന് പറഞ്ഞ വേർഡ് സ്പാനിഷിൽ 3 വേവ്സ് ആണെന്നും അത് 3 രാജ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതാണ് ഇതിന്റെ ഫാക്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊരു ടെക്നോളജി ചാനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ടെക്നോളജി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാം. ഈ ഫുട്ബോളിനുള്ളിൽ ഒരു മോഷൻ സെൻസർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മോഷൻ സെൻസർ ഓരോ സെക്കൻഡിലും 500 തവണ അതിന്റെ എക്സാക്ട് പൊസിഷന്റെ ഡീറ്റെയിൽസ് അവർ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന്റെ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് ആരാണ് അവസാനം ടച്ച് ചെയ്തത്, ഏത് പ്ലെയറാണ് ടച്ച് ചെയ്തത്, എവിടെ നിന്നാണ് ടച്ച് ചെയ്തത്, ഫ്രീ കിക്ക് ആണോ കോർണർ ആണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഡിസിഷൻ എടുക്കുന്നത് വൻതോതിൽ അവർ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത ടെക്നോളജിയാണ് ഫുട്ബോളിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത്. അതാണ് ഓഫ് സൈഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ പേരാണ് സെമി ഓട്ടോമേറ്റഡ് ഓഫ് സൈഡ് ടെക്നോളജി എന്ന് പറയുന്നത്. SIOT എന്നാണ് പേരിൽ അറിയപ്പെടും. നിങ്ങൾ ഫുട്ബോൾ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഓൾറെഡി ഈ ടെക്നോളജിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. കാരണം ഇത് ആദ്യമായിട്ടല്ല ഉപയോഗിക്കുന്നത്. ഖത്തർ വേൾഡ് കപ്പിലും ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെയും കൂടി കുറച്ച് അഡ്വാൻസ് വേർഷനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മാത്രം. ഈ ടെക്നോളജി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പറഞ്ഞുതരാം. സ്റ്റേഡിയത്തിന്റെ പല പ്രദേശങ്ങളായിട്ട് 16 ക്യാമറാസ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ക്യാമറയുടെ സഹായത്തോടെ ഓരോ പ്ലേയേഴ്സിന്റെ 29 പോയിന്റ്സുകൾ അവർ കണ്ടിന്യൂസ് ആയി മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ കൂടെ തന്നെ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപ് ഒരു 6 സെക്കൻഡിൽ പ്ലേയേഴ്സിന്റെ ഒരു 3D സ്കാനിങ്ങും ചെയ്തിട്ടുണ്ടാവും. അതിലൂടെ തന്നെ ഓരോ പ്ലെയറിനെയും ഒരു 3D ക്ലോൺ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ അവർക്ക് അവരുടെ ബോഡി ഫീച്ചേഴ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതിന്റെ ഒരു സഹായത്തോടെ തന്നെ അവർക്ക് ഒരു പ്ലെയർ എത്ര വലിയൊരു ഗ്രൂപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അവരെ അക്യുറേറ്റ് ആയിട്ട് വോട്ട് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ ഫുട്ബോളിൽ നിന്ന് വരുന്ന ഡാറ്റാസ് അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ 3 ഡാറ്റാസുകളും കൂടി ചേർത്തിട്ട് AI സഹായത്തോടെ അവർക്ക് പറയാൻ പറ്റും ഓഫ് സൈഡ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. ഈ സിസ്റ്റം എത്രത്തോളം അക്യുറേറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിന്റെ ചെറിയൊരു ഭാഗം പോലും ആ ലൈനിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഫ്ലാഗ് ചെയ്യുന്നതായിരിക്കും ഓഫ് സൈഡ് ആണെന്ന് പറഞ്ഞിട്ട്. അത്രത്തോളം അക്യുറേറ്റ് ആണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞു നോക്കുക, ഫുട്ബോളിന്റെ ഗെയിംസിനെ അക്യുറേറ്റ് ആക്കാനുള്ള കാര്യമാണ്. എന്നാൽ ഇനി ലോകമെമ്പാട് കാണുന്ന ശ്രോതാക്കളെ സഹായിക്കുന്ന ടെക്നോളജികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ഗെയിംസും ഒരു 45ഓളം ക്യാമറാസ് യൂസ് ചെയ്തിട്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോകമെമ്പാട് നിന്ന് 4K ക്വാളിറ്റിയിൽ ഈ മാച്ചസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റഫറിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. അതിനുവേണ്ടി റഫറിയുടെ മേത്തും ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ആലോചിച്ചുള്ള കാര്യമാണെങ്കിൽ ഈ റഫറി ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ ഷേക്കി ഫുട്ടേജസ് അല്ലേ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം. അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു സോഫ്റ്റ്വെയർ ഇട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഫുട്ടേജസ് തരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നോട്ടീസ് ചെയ്ത ഫിഫ വേൾഡ് കപ്പിൽ ഉപയോഗിക്കുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജികൾ എന്ന് പറഞ്ഞാൽ. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ടെക്നോളജിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ തവണ ആരായിരിക്കും വേൾഡ് കപ്പ് അടിക്കുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.